ക്ലിനിക്കിൽ കാൽമുട്ട് വേദന, മുട്ട് തേയ്മാനായിട്ട് വരുന്ന അധിക പേഷ്യൻസിലും അധിക പേരും സ്ത്രീകളായിരിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് കാൽമുട്ട് വേദന കൂടുതലായിട്ട് കാണാൻ, മുട്ട് തേയ്മാനം കൂടുതലായിട്ട് കാണാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പം 45 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, അവരുടെ ശരീരഘടന, ഇതൊക്കെ ഒരു പ്രധാന കാരണമാണ്. പക്ഷേ നമ്മൾ അടുക്കളയിൽ തന്നെ 2 റീസൺ ഉണ്ട് മുട്ട് തേയ്മാനവും മുട്ടുവേദനയും വളരെ പെട്ടെന്ന് അവർക്ക് വരാൻ. ഒന്നാമത്തത്, അടുക്കളയിൽ തുടർച്ചയായിട്ട് രാവിലെ എണീറ്റാൽ ഉച്ചവരെയൊക്കെ മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് നിന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ നിന്ന് കുറേ നേരം ജോലി ചെയ്യുമ്പോൾ മുട്ടിലേക്കുള്ള സമ്മർദ്ദം കൂടും, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള ആളുകളിലൊക്കെ. അങ്ങനെ മുട്ടുവേദനയും മുട്ട് തേയ്മാനവും പെട്ടെന്ന് വരാൻ കാരണമാകും. അപ്പോൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു അരമണിക്കൂർ നിന്നാൽ ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് കാൽമുട്ട് മടക്കി നിവർത്തുക. ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇരുന്ന് ചെയ്യുക. അതുപോലെ തന്നെ കാൽമുട്ട് വേദനയ്ക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ ദിവസം ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. തുടർച്ചയായിട്ട് കുറേ നേരം നിൽക്കരുത്. രണ്ടാമത്തത്, നമ്മൾ അടുക്കളയിലും വർക്ക് ഏരിയയിലൊക്കെ സ്റ്റെപ്പ് ഉണ്ടാകും. ഒരു ദിവസം മുഴുവനായിട്ട് അടുക്കളയിൽ ഇവർ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ടാവും സ്ത്രീകൾ. ഇത് മുട്ട് തേയ്മാനത്തിലേക്കും മുട്ടുവേദനയിലേക്കും നയിക്കും. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അടുക്കളയിലും വർക്ക് ഏരിയയിലൊന്നും സ്റ്റെപ്പ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.